ചിലർ ഡിയെ ഇറക്കുമ്പോൾ മറ്റു ചിലർ വെഡ്ഡികളെ ഇറക്കുന്നു. രണ്ടിലും ഡി ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പാലക്കാട് യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഒരു ആരോപണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ത്രീയെ വയറ്റിലാക്കി അതിന്റെ കുഞ്ഞിനെ കൊന്നുകളയണം, അല്ലെങ്കിൽ എന്റെ ഭാവി അവതാളത്തിലാകുമെന്നുള്ള ശക്തമായ ഭാഷയിൽ പറയുന്ന ഒരു ഓഡിയോയാണ് പുറത്തു വന്നത്. ഓഡിയോയിൽ ഒരു വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വോയിസുമുണ്ട്. എനിക്ക് അത് എന്റെ ഭാവിയെ ബാധിക്കും, എന്റെ കരിയറിനെ ബാധിക്കും, എന്റെ രാഷ്ട്രീയത്തിലെ ഉയർച്ചകളെ ബാധിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പേടി. അതിലൂടെ ഒരു കൊലപാതകത്തിനാണ് അദ്ദേഹം ആ സ്ത്രീയെ നിർബന്ധിക്കുന്നത്. ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൗണ്ട് റോബോട്ടിക് സൗണ്ട് മാതിരി, ഒരു വ്യക്തതയില്ലാത്തൊരു പരന്ന റോബോട്ടിക് സൗണ്ട്, ഒരു AI ഉപയോഗിച്ച് ഉണ്ടാക്കിയ സൗണ്ട് മാതിരി ഒരു സൗണ്ടും. പക്ഷെ അതിനെ നമുക്ക് തള്ളാൻ കഴിയില്ല. കാരണം ആ സ്ത്രീയുടെ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത സ്ത്രീ ആയതുകൊണ്ടാവാം അവൾ ഇതുവരെ മുന്നിലോട്ട് വന്നിട്ടില്ല. ആ കേസ് നമുക്ക് പെട്ടെന്ന് തെളിയിക്കേണ്ടതുള്ളൂ. പോലീസുകാർക്ക് മലമറിക്കുന്ന കേസൊന്നുമില്ല. ഒരു DNA ടെസ്റ്റ് എടുത്താൽ അത് തീരാവുന്നതേ ഉള്ളൂ, രാഹുലിന്റേതാണെങ്കിൽ. പിന്നെ വൾഗർ മെസ്സേജുകൾ വന്ന് എന്ന് പറയുന്ന ഒരു യുവതി വന്ന്, വൾഗർ ഇപ്പോൾ മാങ്ങയെല്ലാം ഉദ്ഘാടനം നടത്തി. വൾഗർ ഒന്ന് ഫേമസ് ആയി. പിന്നെ വന്നതൊരു 9 ആണുമല്ല പെണ്ണുമല്ല, തന്നെ പീഡിപ്പിക്കണം, തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് പറഞ്ഞു. പിന്നെ തുരുതുരാ പെണ്ണുങ്ങൾ ബാക്കിലോട്ട് വരുന്നു. ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുന്നുവോ എന്തോ. സിനിമാ മേഖലയിൽ വന്നിരുന്നായിരുന്നു ഹേമ കമ്മിറ്റി പടക്കമാല പോലെ പലരും പലരെ പറ്റി പടക്കം പൊട്ടിക്കുന്നത് പോലെയുള്ള കേസുകൾ വന്ന് അവസാനം തുമ്പുമില്ല വാലുമില്ല. വെറുതെ കരിയറിൽ എങ്ങും എത്താത്തവർ, അല്ലെങ്കിൽ എത്തിയവർ തങ്ങൾക്ക് ഇപ്പോൾ ഫെയിം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞ കുറെ, അതിന്റെ ഇടയിൽ സത്യങ്ങളും ഉണ്ടായിരുന്നു. അതുവരെ മൂടിപ്പോയി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കേരളക്കരയെ കേരളത്തിന്റെ തന്റെ മക്കളായി കണ്ട്, കേരളത്തിലെ ഓരോ വ്യക്തിയെയും പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നില്ലാതെ എല്ലാ വ്യക്തിയെയും തന്റെ കണ്ണിലെ കൃഷ്ണമണിയായി കണ്ട്, തന്റെ നെഞ്ചിലെ കഷ്ണമായി, കരളിന്റെ കഷ്ണമായി കേരളക്കരയെ കണ്ട ഒരു നേതാവുണ്ടായിരുന്നു. അതേ, സാക്ഷാൽ ഉമ്മൻ